മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തകർ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് ബത്തേരിയിലെത്തിച്ചു. 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് മാറ്റിയത്. PPE കിറ്റില്ലാത്തടക്കം മൃതദേഹം മാറ്റുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. കമൽ വിവരങ്ങൾ നൽകും. കമൽ, മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ PPE കിറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അറിയുന്നു. അതായത് എത്ര ദിവസം പഴക്കമുള്ള മൃതദേഹമാണെന്നുള്ള ഉൾപ്പെടെ നമുക്കറിയാം. എങ്ങനെയാണ് ഒടുവിൽ ഈ ദൗത്യം പൂർത്തീകരിച്ചത്? അക്ഷയ, ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോടെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് രക്ഷാസംഘത്തിലുള്ളവർ പറയുന്നത്. ഈ മേപ്പാടിക്കടുത്ത് റിപ്പണിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് റിപ്പണിൽ നിന്ന് കുത്തനെ താഴോട്ട് ഇറങ്ങി ഈ കാന്തൻപാറയ്ക്കും സൂചിപ്പാറയ്ക്കും ഇടയിലുള്ള 2 വെള്ളച്ചാട്ടങ്ങൾക്കിടയിലുള്ള മേഖലയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും എന്നാണ് അവർ നൽകിയ വിവരം. ഇന്നലെ തന്നെ അവർ കണ്ടെത്തിയ അധികൃതരെ വിവരം അറിയിച്ചു. പക്ഷേ ഇന്നലെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് തങ്ങൾക്ക് PPE കിറ്റ് ഇല്ലാതെ ഇത്രയും പഴക്കമുള്ള മൃതദേഹം എടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ എടുക്കാതിരുന്നതെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ അറിയിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് എയർലിഫ്റ്റിങ്ങിനുള്ള സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാതിരുന്നത് എന്ന് പറയുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ട്രയലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഹെലികോപ്റ്ററിന് അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ ഹെലിപാഡ് ബേസ് ക്യാമ്പ് ആക്കിയാണ് ഇന്നലെ മറ്റ് ഹെലികോപ്റ്ററുകളൊക്കെ ഫ്ലൈ ചെയ്തിരുന്നത്. കൽപ്പറ്റയിൽ പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഹെലിപാഡ് മാറ്റിയിരുന്നു. എന്താണെങ്കിലും ഇന്ന് രാവിലെ തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ നിന്ന് ഹെലിപാഡിൽ നിന്നും പോയ ഹെലികോപ്റ്റർ അവിടെ നിന്ന് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്ത് ബത്തേരിയിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഇനി ആംബുലൻസ് മാർഗം മേപ്പാടി ആശുപത്രിയിലേക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും ആ മൃതദേഹങ്ങൾ എത്തിക്കുക എന്നാണ് അറിയുന്നത്. വളരെ ദുർഘടമായ മേഖലയാണത്. നമ്മൾ ആദ്യ ദിവസം അവിടെ തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ പറയുന്നതാണ്. മേപ്പാടിയിൽ നിന്നാണെങ്കിലും റിപ്പണിൽ നിന്നാണെങ്കിലും വടുവഞ്ചാലിൽ നിന്നാണെങ്കിലും ഒക്കെ കുത്തനെ കൊക്കയിലേക്ക് ഇറങ്ങി താഴ്വരയിലൂടെ പോയി വേണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ എത്താനായി. അത്രയും ദുർഘടമായ മേഖല. അവിടെ പോയി പരിചയമുള്ള സന്നദ്ധ പ്രവർത്തകരും വനം വാച്ചർമാരും ആദിവാസികളുമൊക്കെ ചേർന്നാണ് ഇന്നലെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് വനം വകുപ്പിലെ വിദഗ്ധരായ ആ മേഖല അറിയുന്ന ചില ആളുകൾ കൂടി ഈ ദൗത്യത്തിനൊപ്പം പോയിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പ് സുൽത്താൻ ബത്തേരിയിലെ ഹെലിപാഡിൽ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അക്ഷയ.